ഹലോ ഗൈസ്, നമസ്കാരം. കുറേ നാളായി വീഡിയോ എടുത്തിട്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേ വീഡിയോസ് ഇടയിലിടയിൽ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കൊണ്ടും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അതിൻ്റെ ചെറിയ സ്നിപ്പിറ്റ്സ് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഇടാം. ബട്ട് ഈ വീഡിയോ സ്പെഷ്യലാണെന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് നോർത്തേൺ ലൈറ്റ്സിന് അറിയാലോ. അപ്പോൾ നോർത്തേൺ ലൈറ്റ്സ് ഇന്നലെ നല്ല രീതിയിൽ കാനഡയും നോർത്ത് അമേരിക്കയിലും മൊത്തം വിസിബിളായിരുന്നു. ആ സമയത്ത് ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു. പക്ഷെ ഇന്നും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. ഒരു ഡാർക്ക് സ്കൈ വ്യൂവിങ് ഏരിയ എന്ന് പറയും. അവിടേക്ക് പോവാൻ നിൽക്കുകയാണ്. അവിടെ പോയി ആ സാധനം വീഡിയോ എടുക്കണം. അത് കാണിച്ചു തരാം. ഓക്കെ, അറൗണ്ട് 21 മിനിറ്റ്സും കൂടി ഉണ്ട്. നോക്കട്ടെ, വഴിയിലൊരൊറ്റ ആളില്ല. ഇപ്പോൾ 1 hour അടുത്തായി ഞങ്ങൾ ഓടിച്ചു. ഓൾമോസ്റ്റ് 1 hour ഡ്രൈവാണ് ഫുള്ള് തുടങ്ങിയിട്ട്. ഇതുവരെ ആകാശത്തൊന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. നല്ല കാലല്ല, ഈ മാസം തുടങ്ങി പോയിട്ട് വരികയ്ക്കൊന്നും സംഭവം സെറ്റ് ആവണില്ല. ഞങ്ങൾ ഇത്ര ദൂരം വന്നു. ഇപ്പോൾ അത് 1 മണിക്കൂറായി. ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ എല്ലാവരും പോയി. ഞങ്ങളൊരു 10 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ മാത്രമേ ഉള്ളൂ. എന്താ സംഭവം ഇന്ന് ഇതുവരെ കാണാനില്ല. നല്ല മഴയാണ് പുറത്ത്. നല്ല മഴയെന്ന് ചാറ്റൻ മഴയാണ്. അത് കാരണം മേഘമൊക്കെ മൂടിയിരിക്കുക, ഒന്നും കാണാനില്ല. ഇതുവരെ ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഞാൻ എന്തായാലും 2 മണി വരെ വെയിറ്റ് ചെയ്യും. ഈ സാധനം ഉണ്ടാവുമെന്നാണ് എൻ്റെ മനസ്സ് പറയണത്. ഇല്ലെങ്കിൽ എന്താ, നമുക്ക് വീട്ടിൽ പോവാം. പക്ഷെ ഇത്ര ദൂരം വന്ന സ്ഥിതിക്ക് ഇനിയൊരു 2 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യണതിൽ എന്താ പ്രശ്നം? രക്ഷയില്ല. ഇപ്പോൾ ഇത് പുലർച്ചെ 2:30 ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. ഒന്നും കാണാനും ഇല്ല. ഉറക്കം വന്നിട്ട് വയ്യ. ഒരു 1/2 മണിക്കൂർ കൂടി നോക്കാം. ഒന്നായില്ലെങ്കിൽ പിന്നെ പോവാം. മറ്റേ അറോറ കാണാൻ പോയിട്ട് ഒന്നും പ്രത്യേകിച്ച് കാണാൻ പറ്റിയില്ല. അവിടെ ഫുള്ള് ഇരുന്ന് സമയം കളഞ്ഞ്. പക്ഷേ ആൽബർട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല രീതിയിൽ വിസിബിൾ ആയിരുന്നു. അപ്പോൾ എൻ്റെ കസിൻസ് ഉണ്ട്, അക്ഷയ് ചേട്ടൻ, പിന്നെ ചേട്ടൻ്റെ ഭാര്യ രേഷ്മ ചേച്ചി. അപ്പോൾ അവർ അവിടുത്തെ ഫോട്ടോസും വീഡിയോസും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതെന്തായാലും ഇതിൽ ആഡ് ചെയ്യാം. അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഹോണ്ടയിൽ ഇന്ന് വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തോക്കായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക സർവീസിന് കൊടുത്തിട്ട്. ഞാൻ വിചാരിച്ചു മാക്സിമം ഒരു $200 വരുള്ളൂ വിചാരിച്ച് പോയതാ. എൻ്റെ പൊന്നെ, ബ്രേക്ക് ഇൻസ്പെക്ഷൻ, ചേസി ഇൻസ്പെക്ഷൻ, ടയർ റൊട്ടേഷൻ, എന്തൊക്കെയോ പറഞ്ഞ $650 പ്ലസ് ടാക്സ്. അയ്യോ, വണ്ടി എല്ലാവരും വാങ്ങിക്കട്ടോ. എല്ലാവരും വണ്ടി പെട്ടെന്ന് പോയി വാങ്ങിക്കണം പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് കിട്ടും. ഒരു 5 മാസം മുമ്പ് എനിക്ക് ഉണ്ടായിരുന്നപ്പോൾ അന്നൊരു $300 ഇങ്ങനെ പോയതാ. അയ്യോ, ഇങ്ങനെ വരും. നമ്മളൊരു ലോക്കൽ ഓട്ടോ മെക്കാനിക് ഷോപ്പിൽ പോയിട്ട് സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലല്ലോ, പുത്തൻ വണ്ടി ആയ കാരണം. അമ്മേ, അപ്പോൾ ആ വിഷമം മാറ്റാൻ ഫുഡ് അടിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. താങ്ക് യു. ഇവിടേക്കാണ് ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോകുന്നത്. എന്താ, പാൻ ചാഞ്ചോ. മെയിൻലി ബേക്കറിയാണ്. പക്ഷേ ഇവിടെ കഫേ പോലൊരു ചെറിയ സെറ്റപ്പ് ഉണ്ട്. അവിടെ വന്ന് ഇവിടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൽ പെടുന്ന ഒരു സംഭവം തോന്നുന്നു, എഗ്സ് ബെനഡിക്റ്റ് അല്ലേ? ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൽ വേണം. ഞാൻ ഒരു എഗ്സ് ബെനഡിക്റ്റും, ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ത് ചാഞ്ചോ, എൽ ചാഞ്ചോ എന്ന് പറഞ്ഞ സാധനം വാങ്ങിച്ചോ. ചീന വന്നു ഗൈസ്. എന്തായിരുന്നു മച്ചാച്ചേ? ഇതാണ് എൻ്റെ എഗ്സ് ബെനഡിക്റ്റ്. ഇത് 2 മുട്ടയാണ്. നല്ല ഫുഡായിരുന്നു. നല്ല അടിപൊളി കാപ്പി, നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു. ഇന്ന് ജോലിയുണ്ട്, ഞാൻ ജോലിയിലേക്ക് തിരിച്ചു കയറാം. സർവീസിന് വേണ്ടി ഇറങ്ങിയതാ എൻ്റെ പൊന്നെ. നമസ്കാരം.
കൈ പോയി ഗൈസ്. ഇന്നലെ ജിമ്മിൽ പോയതാ. ജിമ്മിൽ പോയി ഷോൾഡർ പ്രസ് എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്ക് അറിയാലോ. മുകളിലേക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണ സമയത്ത് എല്ലാം ജിമ്മിൽ പോണ ആൾക്കാർക്കുള്ള ഒരു പേടി സ്വപ്നം തന്നെയാണ് അത്. അടിക്കുന്ന സമയത്ത് കൈ ബാക്കിൽ പോയാലോ എന്ന്. എൻ്റെ ബാക്കിൽ പോയി. എനിക്ക് മുമ്പ് നാട്ടിൽ വെച്ച് ഒരു വർഷം ബാക്കിൽ പോയതാ. പക്ഷെ അന്ന് ഭാഗ്യത്തിന് ഞാൻ അപ്പോഴേക്കും വെയിറ്റ് ഡ്രോപ്പ് ചെയ്തു. പക്ഷെ എനിക്ക് നീര് വന്നിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷെ ഇന്ന് ലിറ്ററലി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ കൈ ബാക്കിൽ പോയി കടകടകടകടാന്ന് പറഞ്ഞ് 3-4 പൊട്ടൽ സൗണ്ട് കിട്ടും. പക്ഷെ അതില്ലല്ല പൊട്ടിയത്, ഡിസ്ലൊക്കേറ്റ് ചെയ്തതാ. എൻ്റെ കൂടെ നമ്മൾ ചാക്കോച്ചനെ കളിയാക്കണ ആ ചാക്കോച്ചനെ ഉണ്ടായിരുന്നുള്ളൂ. അവരെന്നെ ആശുപത്രി കൊണ്ടുപോകാൻ വിട്ട പാട് എന്നെ പാവം എന്നെ എടുത്തുകൊണ്ട് കസാരയിലൊക്കെ ഇരുത്തി ഫുള്ള് ത്രൂ ഔട്ട് അവനുണ്ടായിരുന്നേ. പിന്നെ ഡോക്ടർ ഞാൻ പേടിച്ചെന്താണെന്നറിയോ, കൈ വെച്ച് നോക്കിയപ്പോൾ അവിടെ എല്ല് കാണാമല്ലോ. അത് ഡോക്ടർ ബനിയം മാറ്റി നോക്കുമ്പോൾ എല്ല് ഈ നെഞ്ചിൻ്റെ അവിടേക്ക് ഇങ്ങനെ ഫ്രണ്ടിക്ക് ആ എല്ല് അവിടെ നിന്ന് ഡിസ്ലൊക്കേറ്റ് ആയി ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. എന്നിട്ട് അത് തിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ആൾ എന്തൊക്കെയോ ചെയ്തു. ജീവപ്രാണം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഫുള്ള് ദൈവത്തിന് എല്ലാ ദൈവത്തിനും വിളിച്ചു. എൻ്റെ പൊന്നെ ഞാൻ ജീവിതത്തിൽ ഇത്ര വേദന അനുഭവിച്ചിട്ടില്ല. നമ്മൾ കാണുമ്പോൾ ഒക്കെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ പതിയെ ടെൻഷൻ അടിച്ചു തുടങ്ങി, നെഞ്ച് വേദന വന്നു തുടങ്ങി. ഞാൻ ബ്ലൈൻഡായി. കണ്ണ് തുറന്നിരിക്കാൻ വെച്ചാൽ ഒന്നും കാണാത്ത രീതിയിൽ. ആ സമയത്ത് അവൻ വെള്ളം വാങ്ങിച്ചു. എന്നിട്ട് പടച്ചു. ഹോസ്പിറ്റലിൽ പടച്ചു പോയി. റെഡ് ലൈറ്റ് സിഗ്നൽ ഒന്നും നോക്കിയില്ല, അവൻ പടച്ചു പോയി. എന്നിട്ട് അവിടെ പോയിട്ടാണ് എനിക്ക് കാനഡിയൻ ഹെൽത്ത് സിസ്റ്റത്തിനോട് ഉണ്ടായിരുന്ന റെസ്പെക്റ്റ്. ഞാൻ കിടന്ന് ഓളിയിട്ട് ചാവാ. അതിൻ്റെ ഇടയിൽ അവരെൻ്റെ പേര് ആദിത്യ ചവറാട്ടിൽ രാജീവാണല്ലോ എൻ്റെ ഫുൾ നെയിം. അത് സ്പെല്ല് ചെയ്യാൻ പറയാം. അപ്പം ഞാൻ ഒരു വർഷം സ്പെല്ല് ചെയ്തു. അപ്പം ഡബിൾ ടീന് പകരം അവർ W അടിച്ചു. എന്നിട്ട് അവർ ഞാൻ ലിറ്ററലി ദൈവത്തിന് വിളിക്കുന്ന കരയണു ഓളിരുന്നു. പക്ഷെ അവർ ചവറാട്ടിൽ രാജീവ് ഒന്നുകൂടി സ്പെല്ല് ചെയ്യാൻ പറഞ്ഞു. അത് സ്പെല്ല് ചെയ്ത് കഴിഞ്ഞ് നമ്പർ പറയാൻ പറഞ്ഞു. ലിറ്ററലി നമ്മളൊരു ഏതെങ്കിലും ഒരു ഇഞ്ചക്ഷൻ തരാൻ വേണ്ടി ഒന്ന് ഉള്ളിൽ കയറ്റാ ഒന്നുമല്ല. ലിറ്ററലി അത് കഴിഞ്ഞ് അഡ്രസ്സ്, പഴയ അഡ്രസ്സ്, അപ്പോൾ പുതിയ അഡ്രസ്സ് കൺഫേം ചെയ്യാൻ. എൻ്റെ പൊന്നെ. എന്നിട്ട് ആ ചാക്കോച്ചൻ ദേഷ്യത്തിൽ അവൻ പറഞ്ഞു, ദിസ് ഇസ് എ ഹോസ്പിറ്റൽ റൈറ്റ്, ഡൂ സംതിങ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഇവൻ വണ്ടി നടു റോട്ടിൽ പാർക്ക് ചെയ്തിട്ട് എന്നെ കയറ്റിയോ ഹോസ്പിറ്റലിലേക്ക്. അപ്പം വണ്ടി മാറ്റിയിടാൻ പറഞ്ഞു. അപ്പം എൻ്റെ കൈ അവൻ്റെ ഇല്ല, എനിക്ക് കൈ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കൈ അവനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൈയൊന്ന് ആ ഡെസ്കിൽ നിന്നാണ് ആ ചേച്ചിയുടെ അടുത്ത് ഒന്ന് എൻ്റെ കൈ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, അത് അടിയെ വെച്ച് അവൻ എടുത്തിട്ട് വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ സോറി വി കാൻ ഡു എനിത്തിങ്. ഹോസ്പിറ്റലിലുള്ള ആള് പറഞ്ഞ സോറി വി കാൻ ഡു എനിത്തിങ്. കാരണം ആ വണ്ടി അവിടെ നിന്ന് മാറ്റാനും പറയുന്നുണ്ട്. നഴ്സുമാർ വന്നിട്ട് പോലും അറ്റ്ലീസ്റ്റ് ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ. എന്നിട്ട് ബാക്കിൽ എന്താണെന്ന പേഷ്യൻ്റ് ആ ആൾക്ക് ജീവിതത്തിൽ നല്ലതേ വരും. കാരണം അവര് കാരണമാണ് എന്നെ നേരത്തെ ഹോസ്പിറ്റൽ വെയിറ്റിംഗ് ടൈം കൂടുതലില്ലാണ്ട് എന്നെ കയറ്റി വിട്ടതും. അതേ ആള് വന്നിട്ടാണ് എൻ്റെ കൈ പിടിച്ച് നിന്നെ. ഒന്ന് ആലോചിച്ചേ എൻ്റെ പൊന്നെ. എന്നിട്ട് പക്ഷെ ഡോക്ടർമാർ നന്നായിട്ട് പോയിരുന്നു. ഡോക്ടർമാർ കണ്ട് എനിക്ക് കഞ്ചാവ് പോലത്തെ എന്തോ ഒരു സാധനം മണപ്പിച്ചതേ ഞാൻ എൻ്റെ കിളി പോയി. എനിക്ക് ഫുള്ള് സൂമിനായിട്ടാണ് കണ്ടോടന്നേ. അത് ആ സമയത്ത് ആള് ഫുള്ള് ഇങ്ങനെ കൈ ഒടിപ്പിച്ച് ടക്ക് 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 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒടിപ്പിച്ച് കളിച്ച് ഒരു പരിവാക്കി. വേനുണ്ട്, ഇപ്പോഴും നല്ല വേനുണ്ട്. പക്ഷേ ബെറ്റർ ദാൻ യെസ്റ്റർഡേ. ടൈലിനോളും ഇതൊക്കെ കഴിക്കാൻ തന്നെയാണ് പറഞ്ഞു നോക്കണേ. ദാറ്റ് ഈസ് ഇന്നത്തെ ഇതുവരെയുള്ള റിപ്പോർട്ട്. ഇത് വിചാരിച്ച് ഞാൻ തോൽക്കുന്നു വിചാരിക്കണ്ട. ഞാൻ ജിമ്മേ പോവാണ്ടാവുന്നു വിചാരിക്കണ്ട. ഞാൻ ഇനിയും പോവും. പക്ഷെ ഇപ്പോഴല്ല, ഞാൻ എന്തായാലും ഒരു 2 മാസത്തേക്ക് റെസ്റ്റ് ആയിരിക്കും.